ആ വിളിക്കും. ആ ഓക്കെ ഓക്കെ. ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. പുറത്ത് പറ്റി കേട്ടോ. അവളെ കണ്ടിട്ട് ഈ സ്വർണ്ണൊക്കെ എടുത്ത് ഭർത്താവിന് ഉപയോഗിച്ച് ഒളിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയായിട്ട് തോന്നണില്ലല്ലോ. നമുക്ക് എന്താണ് തോന്നണേന്നോ നമ്മളെന്താണ് ചെയ്യുന്നതെന്നോ അറിയാൻ പറ്റുന്നൊരു കാരണമാണ് സാറേ. എന്ത് കലിയുഗല്ലേ സാറേ? ആ മതി മതി. ഓക്കെ ഓക്കെ, അവരോട് വരാൻ പറ. ഞാൻ അൽത്താഫ് അഹമ്മദ്. അൽത്താഫ് ഭായ്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭായ് ഇവിടെ? എന്റെ ഭാര്യയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഭായിയുടെ ഭാര്യ ആയിരുന്ന? അത് പേപ്പറിലാക്കിയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഭായ്, ഇതിപ്പോ എങ്ങനെ കേസെടുക്ക? മോഷണമെന്നോ വഞ്ചനാക്കുറ്റെന്നോ അല്ലെങ്കിൽ മിസ്സിംഗ് കേസ് മതിയാ? തൽക്കാലം മിസ്സിംഗ് കേസ് മതി. അവിടെ വിളിക്കും. ശരി സർ. ഇതാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയ സ്വർണം. വാടി വീട്ടിലേക്ക്. സ്വർണവും പണവുമായി കടന്നു കണക്കുള്ള പണി ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. ഇതിലൊരു ചില്ലി കാശോ സ്വർണ്ണോ നിങ്ങളുടേതില്ല. ഇതെല്ലാം എന്റെ വീട്ടുകാർ തന്നതാ. അൽത്താഫ് ഭായ്, ഒരു മിനിറ്റ്. ഇതിപ്പോ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്താ ഞങ്ങൾക്കൊരു വില ഇല്ലാതായി പോയില്ലേ? അതിനുള്ള വിലയൊക്കെ ഞാൻ കുറച്ചു മുമ്പ് സാറിന് തന്നതല്ലേ. ആഹാ, അതപ്പോ കൈക്കൂലിയായിരുന്നു. ഒരു ഗവൺമെന്റ് സർവന്റിന് കൈക്കൂലി തന്നുള്ള ഒരു ഒറ്റ കാരണം മതി 2 വർഷം നീ അകത്ത് കിടക്കാൻ. പിന്നെ ഈ ഗാർഹിക പീഡന കുറ്റവും സ്ത്രീധന കുറ്റവും ഒരു 5-6 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. കൈവിട് കിട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു നിയമം കൂടി വന്നിട്ടുണ്ട്. സ്ത്രീധനം കൊടുത്താൽ കുഴപ്പമില്ല, മേടിച്ചാലാ കുറ്റം. അപ്പൊ ഇവിടെ രക്ഷപ്പെടും. അൽത്താഫ് ഭായ് ഒരു 5-6 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ എന്താ വേണ്ടേ? പേപ്പറിലാക്കണോ അതോ ഇവിടെ ഇട്ടിട്ട് പോകണോ? ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണത്? എവിടേക്കാ പോകേണ്ടത്? പാതി വഴിയിൽ ഉപേക്ഷിച്ച് എന്റെ പഠനം പൂർത്തിയാക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. ജീവിതത്തിലെ എല്ലാ രക്ഷിതാക്കളുടെയും ആദ്യമാണ് ഒരു പെൺകുഞ്ഞ്. ലോകം മുഴുവൻ വിരൽത്തുമ്പിലായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, എയുടെ വരവോടെ എന്തും സാധ്യമാവുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു വനിത നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾക്ക് എന്താവശ്യത്തിനും പോലീസ് ഉണ്ടാവും കൂടെ. ഇത് വെച്ചോ. ഈ മാല എൻ്റെ അല്ല. ഇത് എനിക്ക് ജീവിക്കുന്നത് ആവശ്യമില്ല.